എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനെയാ എനിക്ക് നഷ്ടപ്പെട്ടത്. അവൻ ഇത്രയും വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്ന പ്രകൃതമായിരുന്നു അവൻ്റേത്. പക്ഷേ സമാധാനത്തോടെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന ശത്രുക്കളോട് എത്രയെന്ന് കരുതി അവൻ പോരാടുന്നേ. അവസാനം അവർക്ക് മുന്നിൽ അവന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ പോയി. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ബിബിയുടെ മരണത്തിന് കാരണക്കാരിയായ മാഡം ഇപ്പോഴും യൂണിഫോം ഇട്ട് നടക്കുന്ന കാണുമ്പോ കഷ്ടം തോന്നുന്നുണ്ട്. സർക്കാർ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിബിയുടെ മരണത്തിൽ എനിക്കൊരു പങ്കുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതൊരു ആത്മഹത്യയോ അല്ല, അവനെ കൊന്നതാണ്. ആ നിങ്ങളുടെ തെറ്റിനെ മറച്ചുവെക്കാൻ ഇങ്ങനെ പല കഥകളും നിങ്ങൾ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതൊന്നും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ വാക്ക് മാത്രം കേട്ട് നിങ്ങളൊന്നും വിശ്വസിക്കില്ലെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് തെളിവുമായിട്ട് തന്നെയാ ഞാൻ വന്നത്. എന്ത് തെളിവ്? അരുൺദക്ഷൻ സർ, ഇത് ബിബിമോന്റെ ഫോണാ. നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, മരിക്കുമ്പോ ഇത് അവന്റെ കയ്യിലുണ്ടായിരുന്നു. വെറുതെ ഒരു കൗതുകത്തിന് ഇത് ഞങ്ങളൊന്ന് തുറന്നു നോക്കി. അപ്പോഴാ ബിബിമോൻ ഞാൻ വിചാരിച്ചതുപോലെ ഒരു മണ്ടനല്ലാന്ന് മനസ്സിലായത്. മരിക്കുന്നതിന് മുമ്പ് അവന്റെ കൊലയാളിയെ കൊടുക്കാൻ വേണ്ടതെല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് അവൻ പോയത്. ബിബി ആത്മഹത്യ ചെയ്തതല്ല, ഇവനാണ് ബിബിയെ കൊന്നത്. ഇവര് പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ ആരെ വിശ്വസിക്കണം? നിന്നെയോ? എന്നോട് നീ എന്തൊക്കെ ക്രൂരതകളാ ചെയ്തതെന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം തടി രക്ഷിക്കാൻ ഇവൻ ബിബിയെന്നല്ല, സ്വന്തം അച്ഛനും അമ്മയും വരെ ബലി കൊടുക്കും. നമ്മളെല്ലാം ഇവൻ കാണുന്നത് അവന്റെ കളിയിൽ ഉപയോഗിക്കുന്ന വെറും കരുക്കളായി മാത്രമാ. ആരോടും സ്നേഹവും സഹതാപവും ഒന്നുമില്ലാത്ത ഒരു സൈക്കോപാത്താ ഇവൻ. എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബിബി എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവനൊരു നല്ല കൂട്ടുകാരനാണെന്ന് ഞാൻ കരുതിയത്. ഇതുവരെ അവനെ കൊന്നതില് എനിക്ക് ചെറിയ കുറ്റബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി. അവനെ എന്റെ കൈകൊണ്ട് തീർക്കാനായതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അനങ്ങരുത്. രണ്ടാളുകളെ കൊന്ന എനിക്ക് മൂന്നാമതൊരാളെ കൊല്ലാനത്ര വിഷമമൊന്നുമില്ല. അടുക്കരുത്. അബി, വെറുതെ മണ്ടത്തരം കാണിക്കരുത്. പോടാ. നീ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം നിന്റെ ശിക്ഷ കൂട്ടുകയുള്ളൂ. ഞാൻ ഒരിക്കലും തിരിച്ച് ജയിലിലേക്ക് പോവില്ലടാ. അങ്ങടാ. ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചാ നീ കുറ്റസമ്മതം നടത്തിയത്. ഞാൻ കുറ്റം സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്നെ അകത്താക്കാനുള്ള തെളിവൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എന്ത് തെളിവ്? ഓ, നീ ആ ബിബിമോന്റെ ഫോണാണോ ഉദ്ദേശിച്ചേ? അതിനകത്തേ ഒന്നുമില്ല. നിനക്കെതിരെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞാ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത്രയും ബുദ്ധിയുള്ള നീ ഞങ്ങളുടെ ഈ ചെറിയ നമ്പറിൽ വീഴുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാലും ഒരു ശ്രമം നടത്തി നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് കരുതി. ഇപ്പൊ ഒരു മജിസ്ട്രേറ്റ് അടക്കുവേ, ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് നീ കുറ്റസമ്മതം നടത്തി. ഇനി അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ? അതെ,
നിന്നെ പോലുള്ള നാശങ്ങളെയൊന്നും നേർവഴിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അതിന് ഇങ്ങനെ വളഞ്ഞ വഴി ഉപയോഗിക്കേണ്ടി വരും. നടക്കടാ.